പഴയന്നൂർ വാഴും ശ്രീ അന്നപൂർണേശ്വരി ആദിപരാശക്തി മൂകാംബികേ കാരുണ്യശാലിനി ആനന്ദദായിനി ആയുരാരോഗ്യങ്ങൾ തന്നിടേണം. മാടഭൂപാലക വംശത്തിൻ രാജൻ കാശി ഭജനം കഴിഞ്ഞു മടങ്ങവേ യുവരാജാവിന്റെ അപേക്ഷ പ്രകാരം പഴയന്നൂർ ഭഗവതി കൂടെ വന്നു. പുരാണപുരിയിൽ നിന്നും ഭഗവതി ഉണ്ണിയാൽ തറയിൽ വന്നിരുന്നല്ലോ. പരിപാവനമാം ശ്രീ പള്ളിപ്പുറത്തിൻ പേർ പഴയന്നൂരെന്നായി മാറിയല്ലോ. പള്ളിപ്പുറം മഹാവിഷ്ണുദേവന്റെ കിടപ്പള്ളിയിൽ വന്നിരുന്ന ശക്തി ബാലികാരൂപത്തിൽ വന്ന ദേവിക്ക് മേൽശാന്തി ആഹാരം നൽകിയല്ലോ. ദേവി ദർശനം ലഭിക്കുവാൻ രാജൻ അരിയിട്ടു വാഴ്ച നടത്തിയിടുമ്പോൾ മാർഗവിഘ്നമായി പൂവൻ കോഴികൾ അരിയും പൂജിക്കുവാനെത്തിയല്ലോ. ശ്രീ വിഷ്ണുദേവന്റെ ചാരേ വാണരുളുന്ന ശക്തി സ്വരൂപിണിയായ ദേവി ഏതു രൂപത്തിൽ ഭജിച്ചാലും ദേവി ഏവർക്കും സായുജ്യമേകിടുന്നു. ദേവി സരസ്വതിയായ മുന്നിൽ വന്നു നാവിൻ തുമ്പിൽ വിളയാടിടേണം. ആശ്രിത വത്സലയായി നീ ഞങ്ങൾക്ക് ദർശനമെന്നെന്നും നൽകിയിടേണം. കോഴിയെ പറപ്പിച്ചരി നൽകുന്നതും ചുറ്റുവിളക്കും നിറമാലയും അന്നദാനവും ചതുശതവും ദേവി പ്രീതിക്കായി നടത്തിയിടുന്നു. ഉപദേവന്മാരായി ഗണപതിയും പിന്നെ ശ്രീ പരമേശ്വരനും അരികത്തുണ്ട്. പ്രഭയുമായി സത്യകനോടൊത്തു വാഴും ശ്രീധർമ്മശാസ്താവും കൂടെയുണ്ട്. തുലാമാസത്തിലെ അവസാന വെള്ളി നാൾ നിറമാലയാഘോഷം കൊണ്ടാടുന്നു. നിറമാല ചാർത്തിയും നിറദീപങ്ങളുമായി കാഴ്ച ശിവേലി നടത്തിയിടുന്നു. മീനമാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ടുഘോഷമായി വന്നിടുവാൻ 8 നാൾ മുന്നിൽ കൊടിയേറ്റവുമായി പുണ്യമഹോത്സവം കൊണ്ടാടുന്നു. പാണ്ടിമേളം പിന്നെ പഞ്ചാരി മേളവും പഞ്ചവാദ്യങ്ങളും ഗജവീരന്മാരും നാദസ്വരവും സംഗീതാർച്ചനയുമായി ഉത്സവാഘോഷങ്ങൾ ധന്യമാക്കിയിടുന്നു. വിഷ്ണു മഹാമായ ലക്ഷ്മി ഭഗവതി കാരുണ്യവാരിധി കാർത്യായനി സമ്പൽ സമൃദ്ധി അരുളേണം ദേവി ദാരിദ്ര്യ ദുഃഖങ്ങൾ തീർത്തിടേണം. പഴയന്നൂർ വാഴും ശ്രീ അന്നപൂർണേശ്വരി ആദിപരാശക്തി മൂകാംബികേ കാരുണ്യശാലിനി ആനന്ദദായിനി ആയുരാരോഗ്യങ്ങൾ തന്നേ.